കുടുംബജീവിതത്തിൽ സ്വസ്ഥതയുള്ളവരാണെങ്കിൽ, ഐക്യതയുള്ളവരാണെങ്കിൽ വെളിയിൽ എന്തെല്ലാം ഭൂകമ്പം ഉണ്ടായാലും നിങ്ങളെ അഫക്ട് ചെയ്തില്ല. And if you are at peace and if there is unity in your family, it doesn't matter what happens on the outside, nothing will shake you. എന്നാൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഐക്യതയും സ്വസ്ഥതയും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ വെളിയിൽ എത്ര സൂപ്പർ സ്റ്റാർ ആണെങ്കിലും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടില്ല. But if there is no peace or if there's no unity, it doesn't matter what is going on the outside, you will not be at peace or blessed. ഒരു പക്ഷിയാണെങ്കിൽ പോലും, ഒരു പറവയാണെങ്കിൽ പോലും അത് പകൽ മുഴുവൻ പറന്ന് നടന്നിട്ട് ഏറ്റവും ഒടുവിൽ വന്നു കയറുന്ന ഒരു കൂടുണ്ട്, ഒരു വീടുണ്ട്. ആ കൂട്ടിനകത്ത് ആ പക്ഷിക്ക് സ്വസ്ഥതയില്ലെങ്കിൽ അവൻ പകൽ മുഴുവൻ പറന്ന് നടന്നിട്ടോ കൊത്തിപ്പെറുക്കിയിട്ടോ ഒരു പ്രയോജനവുമില്ല. And even if a bird who flies all day around searching, at night if he comes back to his nest, even if he has to leave that nest because of no peace, there is no peace in his life. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സ്വന്തം കുടുംബത്തെ നന്നായി നയിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ നയിക്കും? അതിന്റെ അർത്ഥം എന്നാ? ഒരു ഭാര്യയും രണ്ട് മക്കളെയും നിനക്ക് നോക്കാൻ കഴിയത്തില്ലെങ്കിൽ നീ എങ്ങനെ 200 പേരെ നയിക്കും? And that is why the Apostle Paul says that if you cannot lead a family, then you cannot lead the church. If you cannot lead one small group of people, how can you lead 200? കുടുംബജീവിതം വളരെ ഇമ്പോർട്ടന്റ് ആണ്. And family life is very important. Hallelujah. എന്താ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ? What is this family life? കുറെ പണം ഉണ്ടാക്കുന്നതും കുറെ ഫിസിക്കൽ ലൈഫും കുറെ ജോളി ട്രിപ്സും അല്ല ഫാമിലി ലൈഫ്. And family life is not just making money and spending it and having vacations. അതിനപ്പുറമാണ്. There is something more than that. നിങ്ങളുടെ കുടുംബത്തോട് കൂടെ നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ കഴിയുമോ? Are you able to spend quality time with your family? നിങ്ങളുടെ മക്കളോട് കൂടെ നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ കഴിയുമോ? Are you able to spend the time with your children? വിവേകമുള്ള ഒരമ്മയുടെ കയ്യിൽ ഒരു കേക്ക് കിട്ടുന്നത് പോലെ ആയിരിക്കണം നമ്മുടെ സമയം എന്ന് ഞാൻ പഠിപ്പിക്കാറുണ്ട്. And our time should be like having a cake in a wise mother's hands. 5 മക്കളും അമ്മയും അപ്പനും കൂടെ 7 പേരുള്ള വീട്ടിൽ ബുദ്ധിയുള്ള അമ്മയുടെ കയ്യിൽ ഒരു കേക്ക് കിട്ടിയാൽ ഈ അമ്മ അതിനെ 7 ആയിട്ട് സ്ലൈസ് ചെയ്യും. എന്നിട്ട് 5 പീസ് ഓരോന്നെടുത്ത് 5 മക്കൾക്കും കൊടുക്കും. 1 ഭർത്താവിന് കൊടുക്കും, 1 താനും കഴിക്കും. ഇതുപോലെ നമ്മുടെ സമയത്തെ നമുക്ക് വേർതിരിക്കാൻ കഴിയണം. And we need to be able to allocate our time just like a wise mother with a cake. She needs to cut the cake into 7 pieces, give 5 to her 5 children, 1 to her husband and 1 for herself. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സമയം ഭാര്യയ്ക്ക് കൊടുക്കുക. The time that the wife needs, she needs for herself. മക്കൾക്ക് കൊടുക്കേണ്ട സമയം മക്കൾക്ക് കൊടുക്കുക. The time that the children need, they need to be given their time. ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിന് കൊടുക്കുക. And the time that God needs to be given, he must receive his time. ചർച്ചിന്റെ ആവശ്യങ്ങൾക്ക് കൊടുക്കേണ്ട സമയം അവിടെ കൊടുക്കുക. And the time that for the needs of the church, they must also be given. ഇങ്ങനൊരു ദൈവിക ക്രമം നമ്മുടെ ലൈഫിൽ ഇല്ലെങ്കിൽ നമ്മൾ ടോട്ടലി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. And if there is no godly order in our life, then we will be frustrated. ഡോക്ടർ ബില്ലി ഗ്രഹാം പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുന്നു. And I remember one event that Billy Graham had said. അമേരിക്കയുടെ പ്രസിഡന്റ് ഒരിക്കൽ തന്നെ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, and as he was speaking one time with the American president, അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ സ്യൂട്ടിൽ വന്ന് പിടിച്ചിട്ട് പറഞ്ഞു, ഡാഡി എന്റെ ടോയ് ഈ കളിച്ചോണ്ടിരിക്കുന്ന ഈ കളിപ്പാട്ടത്തിന്റെ ഈ കുതിരയുടെ കാലിളകിപ്പോയി, ഇതൊന്ന് ഫിക്സ് ചെയ്തു തരാൻ പറഞ്ഞു. And as he was speaking with the president, his son came up and tugged him on his coat and said, Daddy, the leg of my horse fell off. Can you please reattach it for me? അമേരിക്കയുടെ പ്രസിഡന്റിനോട് പ്ലീസ് ഹോൾഡ് ഓൺ സാർ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് within 5 സെക്കൻഡ് കൊണ്ട് ബില്ലി ഗ്രഹാം വന്ന് ഈ മകന്റെ കുതിരയുടെ കാല് ഫിക്സ് ചെയ്ത് കൊടുത്ത് അവനെ അപ്രീഷിയേറ്റ് ചെയ്ത് വിട്ടിട്ട് വന്ന് ഫോൺ എടുത്തു. ബില്ലി ഗ്രഹാം പറഞ്ഞത് ഇങ്ങനെയാണ്, 5 കൊല്ലത്തേക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് കാണത്തുള്ളൂ, ഇവനെ എനിക്ക് ലൈഫ് എൻഡഡ് കാണത്തുള്ളൂ. Amen. And as his son came up, he placed the president on hold for 5 seconds, quickly reattached the leg, and then he picked the phone back up and said, the American president will be here for only 4 years, but my son will be here for a lifetime. നിങ്ങളുടെ മക്കളുടെ കൂടെ നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ കഴിയുമോ? Are you able to spend the quality time with your children? നിങ്ങളുടെ മക്കളെ അരികിൽ പിടിച്ചു നിർത്തിയിട്ട് മോളെ I love you, മോനെ I love you എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? Are you able to grab your children and hug them and verbalize that you love them? എന്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, ഒരു കൊച്ചു കുഞ്ഞുങ്ങളാ, 5 വയസ്സും 2 വയസ്സേ ഉള്ളൂ, മൂത്ത മോനെ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് ഞാൻ അവനെ അടുത്ത് വിളിച്ചിരുന്നു, മോനെ ജനമായ ലവ് യു മോനെ എന്ന് പറഞ്ഞ് അവനെ സ്കൂളിലേക്ക് വിടുന്നത്.
And I grab my children, my young children, before they go to school. I grab them and give them a big hug and tell them I love them before I send them off. പലപ്പോഴും മാതാപിതാക്കൾ പറയാറുണ്ട്, നിങ്ങളുടെ മകളെ അരികിൽ വിളിച്ചു നിർത്തിയിട്ട്, നിങ്ങളുടെ മകനെ അരികിൽ വിളിച്ചു നിർത്തിയിട്ട് സ്നേഹത്തോടെ ഒന്ന് സ്പർശിച്ച് പറയണം, ഐ ലവ് യു മോളെ, ഐ ലവ് യു മോനെ എന്ന് പറഞ്ഞാൽ, ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, വീട്ടിനകത്ത് അപ്പന്റെ അമ്മയുടെ വായിന്ന് ഐ ലവ് യു കേട്ട് വളരുന്ന പിള്ളേര് കോളേജിൽ പോയി ഒന്ന് കേട്ടാ ഞെട്ടുകയില്ല. And let me tell you a great truth, that when you hug your children and touch them and tell them you love them, if they hear that every day when they go to their elementary schools, they will not be shaken when they hear it in college. വീട്ടിൽ കിട്ടാത്തത് സ്നേഹം പലതും മറ്റു പലരും കൊടുക്കാൻ തുടങ്ങുമ്പോഴാ അവരതിന്റെ പുറകെ പോകുന്നേ. And it is when they do not receive the love in their home and others begin to give it, that's when they follow after that love. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് സ്നേഹം പ്രദർശിപ്പിക്കാൻ കഴിയുമോ? And parents, are you able to express your love to your children? നിങ്ങൾ കൈയടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആദ്യം നല്ല ഭാഷ പറയാൻ പഠിക്കും, പിന്നെ അന്യഭാഷ പറയാം. It doesn't matter if you want to clap your hands, first say a good word, then practice your tongue. Hallelujah. ചേർന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. Let's raise our hands and give God glory. വാക്കിലൂടെ സ്നേഹം പ്രദർശിപ്പിക്കാം. And you can express and demonstrate love through words. സമ്മാനം കൊടുക്കുന്നതിലൂടെ സ്നേഹം പ്രദർശിപ്പിക്കാം. And you can also express your love through gifts. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് സന്തോഷം ഉണ്ടാകും? And how many people are happy by hearing these things? ഇത് ഞാൻ പറയാം, യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതൊരു ക്രിസ്തീയ അഭിനയമായി മാറും. And let me tell you, if we are not able to live a genuine Christian life, then it will be a Christian act. കാണപ്പെടുന്ന സഹോദരങ്ങളെ, കാണപ്പെടുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയാതെ കാണപ്പെടാത്ത ദൈവത്തിന്റെ മുമ്പിൽ വന്നിരുന്ന് അലച്ചിട്ട് ഒരു കഥയില്ല. And if you are not able to love those that you actually physically see, then how is it that you're able to see a God that is love a God that is unseen? നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നോ? Are you able to love your parents? മാതാപിതാക്കളോട് സ്നേഹം പ്രദർശിപ്പിക്കാൻ കഴിയുന്നോ? Are you able to express your love to your parents? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, And children of God who hear me, അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞിട്ട് മലയാള മനോരമ 5 ലക്ഷം രൂപ കൊടുത്ത് ഫോട്ടോ ഇടുന്നതിനേക്കാൾ നല്ലത് ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ 5 ലക്ഷം രൂപ കൊടുക്കുന്ന. and it's better than when if your parents are dead than to write an obituary there in the newspaper and pay that much money. It's better to give it to them while they're alive. നമുക്കറിയത്തില്ല സമ്മാനം കൊടുക്കാൻ, And we do not know how to give gifts, എന്നറിയാവുന്നവരുണ്ട്. but there are people that do know, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. and I thank God for them. ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിലൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. ഇവിടെ ഉണ്ടോ ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട് ഹോസ്പിറ്റലിൽ? In America and Europe there are gift shops in hospitals. ഓക്ലൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത്, ന്യൂസിലാൻഡിൽ ഓക്ലൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ചില മാസങ്ങൾക്ക് മുമ്പ് കടന്നു പോയപ്പോൾ അവിടെ ഒരു ICUവിൽ കിടന്ന ഒരു പേഷ്യന്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആ രാജ്യക്കാരനാണ്, വിദേശിയാണ്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടുത്തെ പാസ്റ്ററോട് ഞാൻ കടന്നു. And when I went to Auckland, New Zealand, to go visit a gentleman that was in the ICU, a New Zealander, I went with a pastor there to go and pray for him. അപ്പൊ അവിടെ ഈ യൂറോപ്യൻ കൾച്ചർ വെച്ച്, അമേരിക്കൻ കൾച്ചർ വെച്ച് ആരെ കാണാൻ പോയാലും ഒരു ഗിഫ്റ്റ് മേടിച്ചോണ്ട് പോകും. And according to the Western culture, whenever you step into a hospital, you always have to buy a gift before you go and visit the patient. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. And I always do that. ഞങ്ങൾ അവിടുന്ന് ഒരു ബഞ്ച് ഫ്ലവർ വാങ്ങി. And I bought a dozen flowers. ആ ഫ്ലവർ വാങ്ങിയിട്ട് ആ പേഷ്യന്റിന്റെ കൈ കൊണ്ട് കൊടുത്തു. And we took those flowers and handed them there to the patient. അവരങ്ങനെ ചെയ്യാറുള്ളത്. And that is how they do it. ഈ കിടക്കുന്ന ആളുടെ കയ്യിൽ ഈ പൂ അങ്ങോട്ട് കൊടുക്കുമ്പോഴേ, And as that person that's laying there in the bed receives those flowers, ആ മനുഷ്യന്റെ മുഖത്തൊരു ചിരി വരും. there is a smile that begins to spread across his face. ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യും. And whatever we tell him, then he will begin to accept it. മലയാളികൾ എപ്പോഴാ പൂ കൊണ്ടുപോകുന്നതെന്ന് അറിയാമോ? Do you know when Malayalis take flowers to anyone? മൂക്കിനകത്ത് പഞ്ഞി വെച്ച്, It's when the cotton is shoved up their nose, എല്ലാം തീർന്നു കിടക്കുമ്പോൾ, and after everything is finished, പൂ കൊണ്ടുവയ്ക്കും. that's when they lay the flowers there. എന്നിട്ട് പൂ കൊണ്ടുവച്ചിട്ട് എന്നാ പറയുന്നത്? And then after they lay the flowers there, what do they say? ഓ, ഈ മനുഷ്യൻ എത്ര നല്ലവനായിരുന്നു. Oh, this man was such a good man. 86 ഈ മനുഷ്യൻ ചെയ്തത് ഞാൻ ഓർക്കുന്നു. And in 86, I remember what this man did. എന്നെ ഈ ദൈവം സ്നേഹിച്ചത് ഓർത്താൽ, And when I remember how God loved me, എനിക്ക് മറക്കാൻ കഴിയത്തില്ല. I cannot forget it. എത്ര നന്മകളാ ചെയ്തത്. And how many good things he did. ഇത്ര പെട്ടെന്ന് പോയല്ലോ. And he went so quickly. എന്റെ പൊന്നു ബ്രദറെ, സിസ്റ്ററെ, അങ്ങനെ ജീവിച്ചിരുന്നപ്പോ ഈ പൂവും കൊണ്ട് കൈ കൊടുത്ത് ഇത്രയും കാര്യം പറഞ്ഞായിരുന്നെങ്കിൽ അങ്ങനെ ഇത്ര പെട്ടെന്ന് ചാകുകയില്ലായിരുന്നു. And brothers and sisters, while he was alive, if you went and gave him these flowers and told him the good things that he did, he probably wouldn't have died so soon. നമ്മുടെ പ്രശ്നം, നമുക്ക് എല്ലാവർക്കും സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണ്.
And our biggest problem is we have trouble getting started. എല്ലാം അവസാനത്തേക്ക് വെച്ചിരിക്കുക. And we always wait till the end for everything. കൈ കൊടുത്ത് പറ, എന്തെങ്കിലും ചെയ്യുന്നത് ഇപ്പൊ ചെയ്യണം. കൈ കൊടുത്ത് പറ. And shake your neighbor's hand and say, if you're going to do something, do it now. സത്യമല്ലേ? Isn't it true? മലയാളികൾ നടക്കാൻ പാടുണ്ട്, ഓടാനും നടക്കാനും ഒക്കെ. And Malayalis usually go walking and running. ചോദിച്ചാൽ അപ്പോഴേ മറുപടി പറയും, കഴിഞ്ഞ ആഴ്ച ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോൾ ആണെന്ന്. And whenever you ask them, they say, well, the doctor told me I have high cholesterol. കൊളസ്ട്രോൾ ആണ്, ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, നടക്കാൻ പോണം അല്ലെ അടിച്ചു പോകും എന്ന് ഡോക്ടർ പറയുമ്പോഴാണ് നമ്മുടെ നടപ്പ് തുടങ്ങുന്നത്. And it is only after the doctor says your cholesterol is high, which can lead to heart disease, that's when we begin to walk. അതിനു മുമ്പ് നടക്കുകയില്ല. And before that, they never walk. ഫ്ലൈറ്റിനകത്തിരിക്കുകയാണ്. And we're sitting in a flight. സ്വത്രം. Amen. ഞാൻ ഇംഗ്ലീഷുകാര് മാത്രം ഫ്ലൈ ചെയ്യുന്ന ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട്. And I have flown in a plane where only English people were there. എത്ര ഡീസന്റ് ആണ്. And how decent are they? ഈ എമിറേറ്റ്സിന്റെ ഒക്കെ ഫ്ലൈറ്റ് ട്രിവാൻഡ്രം എയർപോർട്ടിലോട്ട് വന്ന് ഇറങ്ങുന്ന ഉടനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ആൾക്കാർ എഴുന്നേറ്റ് കഴിയും. And as the Emirates flight lands in Trivandrum, even before it lands on the runway, people are already out of their seats and running. സ്തോത്രം. സത്യമാ, മലയാളത്തിൽ പറഞ്ഞ സത്യമാ, സത്യമേ പറയൂ. ഹല്ലേലൂയ. ഫ്ലൈറ്റിനകത്തൊരു അനൗൺസ്മെന്റ്. And the flight had an announcement. The weather is too bad. Please wear your seat belt. ഹല്ലേലൂയ. ഇംഗ്ലീഷുകാരാണ് അപ്പോഴേ സീറ്റ് ബെൽറ്റ് ഇടാൻ വരുന്നത്. നമ്മൾ മലയാളികൾ എന്നാ ചെയ്യുന്ന ആൾക്കാർ വെദർ ഈസ് ടു ബാഡ്, ആരും മൈൻഡ് ചെയ്തില്ല. അപ്പോഴും എൻ്റെ സ്ക്രീനിലൊക്കെ കുത്തി പുസ്തകം വായിച്ച് ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടിരിക്കുക, ഒന്നും വേണ്ടി ചലിക്കുകയില്ല. പക്ഷെ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ ജർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഒരു പ്രത്യേക ഒരു ഫീലിംഗ്. അന്നേരം ഒന്നും വേണ്ടിയില്ല. ഏറ്റവും അവസാനം ഒരു അനൗൺസ്മെന്റ് പറഞ്ഞു, എന്ത് സംഭവിക്കുന്ന ഒരു പിടുത്തവും ഇല്ല, ഇതെന്ത് സംഭവിക്കാന്ന് പറയുമ്പോൾ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ പറയട്ടെ, ഈ വെദർ ബാഡ് ആന്ന് പറഞ്ഞപ്പോഴേ ഈ സ്തോത്രം ആദ്യം പറഞ്ഞായിരുന്നെങ്കിൽ ഇത് ഇത്ര വേഴ്സ് ആകില്ലായിരുന്നു. എല്ലാം അവസാനത്തേക്ക് വെച്ചേക്കുക, എല്ലാം അവസാനത്തേക്ക് വെച്ചേക്കുക. അപ്പം മരിച്ചിട്ട് ഫോട്ടോ ഇടാനിരിക്കുക. And they're waiting till after death to put the photo in the obituary. പാസ്റ്റർ പോയിട്ട് കൊടുക്കാതിരിക്കുക. And it is only after the pastor leaves are they ready to give it. കൈ കൊടുത്ത് പറ, എന്തെങ്കിലും ചെയ്യുന്നത് ഇപ്പൊ ചെയ്യണം. കൈ കൊടുത്ത് പറ. Give your neighbor your hand and say, if you're going to do something, do it now. കരങ്ങൾ ഉയർത്തി ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. Let's raise our hands and glorify God. ഇതൊക്കെ പഠിച്ചേച്ച് നമുക്ക് അന്യഭാഷ പറയാം. And let's just study this first before we break out in tongues. സ്പർശനത്തിലൂടെ സ്നേഹം പ്രദർശിപ്പിക്കാം. And we can do it through our relationship. നീ അത് കണ്ടോ, നമ്മൾ സാധാരണ ആൾക്കാർ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാറുണ്ട്. കം ഓൺ, ഇംഗ്ലീഷുകാർ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന കാണിക്കാം. ഹായ് ബ്രദർ, ഹൗ ആർ യു? ഷെയ്ക്ക് ഹാൻഡ് പറഞ്ഞേ. Shake hand. ഷെയ്ക്ക് ഹാൻഡ്. ഹായ്, ഹൗ ആർ യു സർ? How are you, sir? ഐ ആം ഫൈൻ സർ. ഷെയ്ക്ക് ഹാൻഡ്. നമ്മൾ മലയാളി കൈ കൊടുക്കുന്ന കാണിക്കാം. ആ ബ്രദറെ, എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സാധാരണ ഇംഗ്ലീഷുകാർ ഹാക്ക് ചെയ്യുന്നുണ്ട്. സ്പർശനത്തിലൂടെ സ്നേഹം പ്രദർശിപ്പിക്കാം. സ്പർശനത്തിലൂടെ. ഹലോ സർ, ഹൗ ആർ യു? ആർ യു ഓക്കേ? ആർ യു ഓക്കേ? Fine. നമ്മൾ ഹാക്ക് ചെയ്യുന്ന കാണിക്കാം. ബ്രദറെ, എന്തുണ്ട്? സഹോദര, ഇപ്പം ഇന്നലെ കഴിഞ്ഞ ആഴ്ച പോയിട്ട് എപ്പോഴാ വന്നേ? എന്തുവാ ഇത്? നമ്മൾ ഭയങ്കര അന്യഭാഷ, അങ്ങ് ഭയങ്കര ഫയറാ. ഈ ഫയറൊക്കെ വെളിപ്പെടുന്നതിന് മുമ്പ് ആദ്യത്തെ കുറച്ച് മര്യാദ പഠിക്കണം. And before the fire reveals itself, there needs to be manners learned. സ്നേഹിക്കാൻ പഠിക്കും. You need to love first. ബഹുമാനിക്കാൻ പഠിക്കും. You need to respect സ്നേഹം first. പ്രദർശിപ്പിക്കാൻ പഠിക്കും. You need to demonstrate love സ്വന്തം first. കുടുംബത്തെ നന്നായി നോക്കാൻ പഠിക്കും. You need to first know how to love your own family. സ്തോത്രം. Amen. ഹല്ലേലൂയ. Amen. ഈ രാജ്യക്കാരുടെ പ്രത്യേകത, അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു. And there is one particularity about this country: everyone minds their own business. നമ്മുടെ രാജ്യക്കാരുടെ പ്രത്യേകത എല്ലാവരുടെയും ജീവിതം നോക്കുന്നു. And our countrymen's thing is that they mind everyone else's business. നമ്മുടെ പ്രത്യേകത, നമ്മുടെ കയ്യിൽ ടെലസ്കോപ്പ് ഉണ്ട്, $5000 മൈക്രോസ്കോപ്പ് ഉണ്ട്. പക്ഷേ $5 ഒരു കണ്ണാടി നമ്മുടെ കയ്യില്ല, നമ്മുടെ മുഖം ഒന്ന് കാണാൻ. വെല്ലോനെ ട്യൂൺ ചെയ്യാനുള്ള മൈക്രോസ്കോപ്പ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മളെ ഒന്ന് കാണാനുള്ള കണ്ണാടി നമ്മുടെ കയ്യിലില്ല. And we have a microscope and we have all sorts of telescopes, but we don't have money for a mirror to look at ourselves. സ്നേഹം പ്രദർശിപ്പിക്കണം.
You must demonstrate love. സമയം ചെലവഴിക്കണം. You need to spend your time. നിങ്ങളുടെ കുടുംബത്തോട് കൂടെ നിങ്ങൾ ഇരുന്ന് വർത്താനം പറയണം. And you need to hold conversations with your own family members. ഒരു പുരുഷന് ഒരു ദിവസം 7000 വാക്കുകൾ ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. And it says that a man has 7,000 words.